Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ is all about my prep for 2026. 2025 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര നല്ലൊരു ഇയർ ആയിരുന്നില്ല. സോ 2026 അങ്ങനെ ആവാതിരിക്കാൻ കുറച്ച് പ്ലാൻഡ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രയോറിറ്റൈസിങ് മൈ സെൽഫ്. നമ്മൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ വേറെ ആരാ നമുക്ക് പ്രയോറിറ്റി തരാൻ പോകുന്നത് അല്ലേ? സോ ഞാൻ ഈ ഒരു വർഷം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ മെൻ്റൽ പീസിനാണ് കേട്ടോ. സോ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർണിംഗ് ബ്രീത്തും പിന്നെ ഇവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യലും കൂടെയാണ് കേട്ടോ. കൂടെ വിറ്റാമിൻ ഡി ഗ്രാബിങ്ങും. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഡൂയിങ് തിങ്സ് ദാറ്റ് വിൽ മേക്ക് മീ ഹാപ്പി. ഞാൻ ഈ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞൊരു വർഷത്തെ സ്ട്രെസ്ഫുൾ ലൈഫിൽ എനിക്ക് ബുക്ക് വായിക്കൽ പോയിട്ട് അതൊന്ന് മറിച്ച് നോക്കാൻ പോലുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വർഷം എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മളെ ഹാപ്പി ആക്കുന്ന ഈ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയും കൂടെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹാബിറ്റ്സ് മാത്രമല്ല കേട്ടോ, ചില ഫുഡ്സും നമ്മുടെ ഫേവറേറ്റ് അല്ലേ. എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ സ്വീറ്റ്സ് ആണ്. സോ എപ്പോഴും അല്ല, വല്ലപ്പോഴൊക്കെ നമ്മളുടെ ഒരു ക്രേവിംഗ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ മേക്ക് അസ് ഹാപ്പി. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാതെ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള നേച്ചറല്ലേ. വല്ലപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ പ്രകൃതിനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ടോ. സോ ഈ വരുന്ന വർഷത്തിലെങ്കിലും കുറച്ച് പ്ലാൻസൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ മീൻകുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ റീസെൻ്റ്ലി. ഈ കുഞ്ഞന്മാരെ കാണാൻ നല്ല രസമില്ലേ. നെക്സ്റ്റ് പ്രെപ്പ് എന്ന് പറയുന്നത് എസെൻഷ്യൽസ് സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ ഞാൻ ഷോപ്പ് ചെയ്തായിരുന്നു. സോ ഈ ഒരു പ്ലമ്മിൻ്റെ ഷാമ്പു ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. സോ യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു മാറ്റിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ് കേട്ടോ. ഈ വാട്ടർ ഗേളിൻ്റെ വാനില ഫ്ലേവറിലാണ് കേട്ടോ ഇതുള്ളത്. നെക്സ്റ്റ് ഐറ്റം ഫേസ് റേസറും ഐബ്രോ റേസറും ആണ് കേട്ടോ. കാർമേസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത്. ഫേസ് റേസർ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഐബ്രോൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് അലോവേര ജെല്ലാണ് കേട്ടോ. ഈ ഫേസ് റേസറൊക്കെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് അലോവേര ജെൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാസ്ലിൻ. ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എൻ്റെ കയ്യിൻ്റെ തൊലിയൊക്കെ പോകാറുണ്ട്. സോ അത് ഞാൻ ഒന്ന് സ്റ്റോക്ക് ചെയ്തു എന്നുള്ളൂ. ഇത് വീനസിൻ്റെ റേസറാണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഡോക്ടർ റിഷലിൻ്റെ 2 സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ഫ്ലേവറാണ്. ഒന്ന് വിറ്റമിൻ സിൻ്റെ ആണ്. സോ ഇതിനൊരു 49 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. ആ ഒരു പ്രൈസിന് ഈ സ്ക്രബ് നമുക്ക് വർത്താണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ സ്ക്രഞ്ചീസാണ്. സോ ഇത് കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ഒരെണ്ണത്തിന് 20 രൂപ എന്തോ ഉള്ളൂ. ക്യൂട്ടല്ലേ. സോ നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്തു. സോ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു എസെൻഷ്യൽ ടൂൾ കിറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് റേസേഴ്സ് ഉണ്ട്, അതുപോലെ നെയിൽ കട്ടർ, നെയിൽ ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഐബ്രോ കട്ട് ചെയ്യുന്ന സിസേഴ്സും പ്ലക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് ഞാൻ ഓരോ ഐറ്റംസ് വാങ്ങിച്ചപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു കിറ്റിൽ നമ്മുടെ നെയിൽ കട്ടർ മിസ്സിംഗ് ആണ്. ഡീക്ലറ്ററിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. സോ നമുക്കിനി അധികം സമയമില്ലാത്ത കാരണം വലിയ ഒരു പ്രോസസ്സിലോട്ട് ഞാൻ കടക്കുന്നില്ല. സോ അത്യാവശ്യം എക്സ്പയറി ആയതും കൊള്ളാത്തതും ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. സോ ഈ ഒരു ഫൗണ്ടേഷനൊക്കെ എക്സ്പയർ ചെയ്ത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് യൂസൊന്നും ചെയ്തിരുന്നില്ല. സോ അങ്ങനെ വേണ്ടാത്ത ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. നെക്സ്റ്റ് പേപ്പർ ഡീക്ലറ്ററിങ് ആണ്. ഒരുപാട് പേപ്പേഴ്സ് അനാവശ്യമായിട്ടുണ്ടായിരുന്നു. സോ ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞിട്ട് ആവശ്യമുള്ള പേപ്പേഴ്സ് മാത്രം എടുത്ത് വെച്ചിട്ട് ഫയലിലാക്കിയതുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത് ശരിക്കും നല്ല ബെനിഫിറ്റാണ് കേട്ടോ. പേപ്പർ ഡീക്ലറ്ററിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ ഡീക്ലറ്ററിങ്. ആവശ്യമില്ലാത്ത മെയിൽസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ലാപ്ടോപ്പ് അധികം യൂസ് ചെയ്യുന്നത് കാരണം കണ്ണിനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്പെക്സ്. അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊരു കാര്യം കൂടിയാണ് കേട്ടോ വാട്ടർ ഇൻടേക്ക്. 2025 തീരെ പാലിക്കാൻ പറ്റാത്തൊരു പ്രോമിസും കൂടിയായിരുന്നു ഇത്.
2026 എന്തായാലും വാട്ടർ ഇൻടേക്ക് കൂട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ ഞാൻ ജനുവരീൻ്റെ ഒരു കലണ്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ മന്ത് ആയ കാരണം ഞാനൊരു കേക്കും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.